ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എക്സ്പ്രസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ് എന്നുള്ളതാണ്. ഈ ടോപ്പിക്കിലെ ആദ്യത്തെ 4 മെത്തേഡ്സും ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. സോ ഈ ടോപ്പിക്കിലെ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്. അതിനെ സ്മോൾ ലെറ്റർ എക്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ കേസിൽ ടോട്ടൽ സൊല്യൂഷൻ്റെ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് സൊല്യൂട്ടിൻ്റെ എമൗണ്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. കൂടാതെ ഇവിടെ സൊല്യൂട്ടിൻ്റെയും സൊല്യൂഷൻ്റെയും നമ്പർ ഓഫ് മോൾസിൻ്റെ ടേംസിലാണ് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. സാധാരണ ഒരു സൊല്യൂഷനിൽ ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് ഒരു പെർട്ടിക്കുലർ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷനിലുള്ള ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മോൾ ഫ്രാക്ഷൻ ഓഫ് എ കമ്പോണൻറ്റ് ഇസ് ഈക്വൽ ടു number of moles of the component divided by total number of moles of all the components in the solution. അതായത് ഒരു സൊല്യൂഷനിലെ എല്ലാ കമ്പോണൻസിൻ്റെയും ടോട്ടൽ നമ്പർ ഓഫ് മോൾസിൽ ആ പെർട്ടിക്കുലർ കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്ന് പറയുന്നതാണ് ആ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ. സാധാരണയായി കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഇനി സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ വേണമെങ്കിലും ഈ രീതിയിൽ കണ്ടുപിടിക്കാവുന്നതാണ്. ഒരു ബൈനറി സൊല്യൂഷൻ്റെ കേസിലാണെങ്കിൽ അതിൽ 2 കമ്പോണൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഒരു സൊല്യൂട്ടും ഒരു സോൾവെൻറ്റും. അതിലെ സോൾവെൻറ്റിനെ ക്യാപിറ്റൽ ലെറ്റർ എ കൊണ്ടും സൊല്യൂട്ടിനെ ക്യാപിറ്റൽ ലെറ്റർ ബി കൊണ്ടും റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് എന്ന് പറയുന്നത് എയും നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് NBയും ആയിരിക്കും. ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ? ഇറ്റ് ഈസ് ഈക്വൽ ടു NA പ്ലസ് NB. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ, അതായത് സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? XA ഈസ് ഈക്വൽ ടു NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. സിമിലർലി XB എങ്ങനെ കാണാം? അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് ബി ഓർ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എങ്ങനെ കാണാം? XB ഈസ് ഈക്വൽ ടു NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ബൈനറി സൊല്യൂഷൻ്റെ കാര്യമാണ്. ഇനി ഒരു സൊല്യൂഷനിൽ നമ്പർ ഓഫ് കമ്പോണൻസ് ഉണ്ടെങ്കിൽ അതിൽ ith കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ എങ്ങനെ കാണാൻ പറ്റും? XI ഈസ് ഈക്വൽ ടു NI ഡിവൈഡഡ് ബൈ N1 plus N2 plus etc plus Ni, which is equal to Ni divided by sigma Ni. ഇനി മോൾ ഫ്രാക്ഷൻ യൂണിറ്റ് ഇല്ലാത്ത ഒരു ക്വാണ്ടിറ്റിയാണ്, അതായത് ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. ഇനി നേരത്തെ പറഞ്ഞ ബൈനറി സൊല്യൂഷൻ്റെ കേസിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ കമ്പോണൻറ്റ് എ എന്ന് പറയുന്നത് XAയും മോൾ ഫ്രാക്ഷൻ ഓഫ് ദ കമ്പോണൻറ്റ് ബി എന്ന് പറയുന്നത് XBയും ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ 2 കമ്പോണൻറ്റ്സ് എ ആൻഡ് ബി ഇസ് ഈക്വൽ ടു XA പ്ലസ് XB ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB പ്ലസ് NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു NA പ്ലസ് NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഒരു ബൈനറി സൊല്യൂഷൻ്റെ കേസിൽ സം ഓഫ് മോൾ ഫ്രാക്ഷൻസ് ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ഇസ് ഈക്വൽ ടു യൂണിറ്റി. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഒരു സൊല്യൂഷനിൽ നമ്പർ ഓഫ് കമ്പോണൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മോർ ദാൻ 2 കമ്പോണൻസ് ഉണ്ടെങ്കിൽ ആ സൊല്യൂഷനിലുള്ള എല്ലാ കമ്പോണൻസിൻ്റെയും സം ഓഫ് മോൾ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിറ്റി തന്നെ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഇഫ് ദർ ആർ number of components, then x1 plus x2 plus x3 plus etc plus xi is equal to 1. ഓക്കെ, മോൾ ഫ്രാക്ഷൻ്റെ വാല്യൂ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. ഒരു ബൈനറി സൊല്യൂഷൻ്റെ കേസിൽ സോൾവെൻറ്റ് എയുടെ മോൾ ഫ്രാക്ഷൻ XAയും സൊല്യൂട്ട് ബിയുടെ മോൾ ഫ്രാക്ഷൻ XBയുമാണ്. And we know that XA is equal to NA divided by NA plus NB and XB is equal to NB divided by NA plus NB. ഇവിടെ NA and NB എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് എ ആൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബി എന്നുള്ളതാണ്. ഇനി നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? number of moles is equal to
mass in grams divided by gram molecular mass. So how can we write Na and Nb? Na is equal to Wa by Ma and Nb is equal to Wb by Mb. ഇവിടെ WA and WB എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും മാസ് ഇൻ ഗ്രാംസ് ആണ്. MA ആൻഡ് MB എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും മോളാർ മാസസ് ആണ്. ഓക്കെ, ഈ രണ്ട് എക്സ്പ്രഷൻസിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മാസസ് ആണ് തന്നിരിക്കുന്നത്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ മാസിൻ്റെ വാല്യൂ ഒരിക്കലും മാറില്ല. സോ നമ്പർ ഓഫ് മോൾസും ചേഞ്ച് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ മോൾ ഫ്രാക്ഷൻസും ചേഞ്ച് ചെയ്യില്ല. So the value of mole fraction is independent of temperature. Next method to express the concentration of a solution is molarity and it is denoted by capital letter M. ഈ കേസിലും ടോട്ടൽ സൊല്യൂഷൻ്റെ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് സൊല്യൂട്ടിൻ്റെ എമൗണ്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. ദെൻ ഒരു സൊല്യൂഷൻ്റെ മൊളാരിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Molarity is equal to number of moles of solute divided by volume of solution in liter or decimeter cube. ഇവിടെ dm cube എന്ന് വെച്ചാൽ decimeter cube or cubic decimeter. ഓക്കെ, സോ ഒരു സൊല്യൂഷൻ്റെ ടോട്ടൽ വോളിയം ലിറ്ററിൽ അല്ലെങ്കിൽ ഡെസിമീറ്റർ ക്യൂബിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിൽ എത്ര മോൾ സൊല്യൂട്ട് ഉണ്ട് എന്ന് പറയുന്നതാണ് ആ സൊല്യൂഷൻ്റെ മൊളാരിറ്റി. ഓക്കെ, മൊളാരിറ്റിയുടെ യൂണിറ്റ് മോൾ ലിറ്റർ റേസ് ടു -1 ഓർ മോൾ ഡെസിമീറ്റർ റേസ് ടു -3 ഓർ വി ക്യാൻ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് ക്യാപിറ്റൽ ലെറ്റർ M. മൊളാരിറ്റി ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റിയാണ്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു സൊല്യൂഷൻ്റെ മൊളാരിറ്റി വാല്യൂ മാറും. കാരണം മൊളാരിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു സൊല്യൂഷൻ്റെ വോളിയം ബേസ് ചെയ്തിട്ടാണ്. വോളിയം ഈസ് എ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റി. സോ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ സൊല്യൂഷൻ്റെ വോളിയം ചേഞ്ച് ചെയ്യും. സോ മൊളാരിറ്റി ചേഞ്ച് ചെയ്യും. 0.25 മോൾ ലിറ്റർ റേസ് ടു -1 ഓർ 0.25 മോളാർ സൊല്യൂഷൻ ഓഫ് NaOH എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ അല്ലെങ്കിൽ 1 ഡെസിമീറ്റർ ക്യൂബ് സൊല്യൂഷനിൽ 0.25 മോൾ NaOH ആണ് ഡിസോൾവ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു സൊല്യൂഷൻ്റെ മൊളാരിറ്റി എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷൻ്റെ വോളിയം ലിറ്ററിൽ അല്ലെങ്കിൽ ഡെസിമീറ്റർ ക്യൂബിൽ എക്സ്പ്രസ് ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡൈല്യൂഷൻ ഫോർമുല. ഒരു സൊല്യൂഷൻ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ വരുന്ന മൊളാരിറ്റി ചേഞ്ച് കണ്ടുപിടിക്കാൻ ഈ ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു സൊല്യൂഷൻ്റെ മൊളാരിറ്റി M1ഉം വോളിയം V1ഉം ആണെന്ന് കരുതുക. ആ സൊല്യൂഷനിലേക്ക് സെയിം സോൾവെൻ്റ് കുറച്ചുകൂടെ ആഡ് ചെയ്താൽ ആ സൊല്യൂഷൻ ഡൈല്യൂട്ട് ആവും. സോ അതിൻ്റെ വോളിയം ചേഞ്ച് ചെയ്ത് V2 എന്നാവും. സൊല്യൂഷൻ്റെ വോളിയം ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് മൊളാരിറ്റി വാല്യൂം ചേഞ്ച് ചെയ്യും. സോ ഇറ്റ് ബിക്കംസ് M2. ഓക്കെ, പക്ഷേ ഇവിടെ സോൾവെൻറ്റിൻ്റെ എമൗണ്ട് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. സൊല്യൂട്ടിൻ്റെ എമൗണ്ട് ഇവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. സോ രണ്ട് സൊല്യൂഷനിലും ഉള്ള സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് സെയിം ആയിരിക്കും. സോ ഫസ്റ്റ് സൊല്യൂഷൻ്റെ മൊളാരിറ്റി എങ്ങനെ എഴുതാം? M1 is equal to N by V1. For second solution it is M2 is equal to N by V2. Then N is equal to M1 V1 and N is equal to M2 V2. So we can write it as M1 V1 is equal to M2 V2. ഇതാണ് ഡൈല്യൂഷൻ ഫോർമുല. ഓക്കെ, സോ ഒരു സൊല്യൂഷൻ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ റിസൾട്ടിംഗ് സൊല്യൂഷൻ്റെ മൊളാരിറ്റി കണ്ടുപിടിക്കാൻ ഈ ഫോർമുല യൂസ് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് മൊളാരിറ്റി ഓഫ് എ മിക്സ്ചർ. അതായത് രണ്ട് സൊല്യൂഷൻസ് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൊല്യൂഷൻ്റെ മൊളാരിറ്റി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. രണ്ട് സൊല്യൂഷൻസ് മിക്സ് ചെയ്യാണ് അല്ലേ? അതിൽ ഫസ്റ്റ് സൊല്യൂഷൻ്റെ മൊളാരിറ്റി M1ഉം വോളിയം V1ഉം ആണ്. സെക്കൻഡ് സൊല്യൂഷൻ്റെ മൊളാരിറ്റി M2ഉം വോളിയം V2ഉം ആണ്. ഈ രണ്ട് സൊല്യൂഷൻസും മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തേർഡ് സൊല്യൂഷൻ്റെ മൊളാരിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? M1 V1 plus M2 V2 is equal to M3 into V1 plus V2.
ഇവിടെ M3 എന്ന് പറയുന്നത് തേർഡ് സൊല്യൂഷൻ്റെ മൊളാരിറ്റിയാണ്. അതിൻ്റെ വോളിയം അതായത് V1 + V2 എന്ന് പറയുന്നത് ഈ രണ്ട് സൊല്യൂഷൻ്റെ വോളിയംസിൻ്റെ സമ്മാണ്. ഓക്കെ, സോ ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് M3? M3 is equal to M1 V1 plus M2 V2 divided by V1 plus V2. Next method to express the concentration of a solution is molality and it is represented by small letter m. ഈ കേസിൽ സോൾവെൻറ്റിൻ്റെ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് സൊല്യൂട്ടിൻ്റെ എമൗണ്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കേസിലും ടോട്ടൽ സൊല്യൂഷൻ്റെ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് സൊല്യൂട്ടിൻ്റെ എമൗണ്ട് എക്സ്പ്രസ് ചെയ്തിരുന്നത്. സോ ഹൗ ക്യാൻ വി ഡിഫൈൻ മൊളാലിറ്റി? Molality is equal to number of moles of solute divided by mass of solvent in kilogram. അതായത് സോൾവെൻറ്റിൻ്റെ മാസ് കിലോഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിൽ എത്ര മോൾ സൊല്യൂട്ട് ഉണ്ട് എന്ന് പറയുന്നതാണ് ആ സൊല്യൂഷൻ്റെ മൊളാലിറ്റി. ഇവിടെ സോൾവെൻറ്റിൻ്റെ മാസ് കിലോഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. മൊളാലിറ്റിയുടെ യൂണിറ്റ് മോൾ കിലോഗ്രാം റേസ് ടു -1 or we can simply write it as small letter m. മൊളാലിറ്റി ഒരു ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റി ആണ്. കാരണം മൊളാലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് സോൾവെൻറ്റിൻ്റെ മാസിനെ ബേസ് ചെയ്തിട്ടാണ്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ സോൾവെൻറ്റിൻ്റെ മാസ് ചേഞ്ച് ചെയ്യില്ല. സോ സൊല്യൂഷൻ്റെ മൊളാലിറ്റിയും ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, 1 mole kilogram raised to -1 or 1 molal solution of KCl എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം വാട്ടറിൽ 1 മോൾ KCl ഡിസോൾവ് ചെയ്തിരിക്കുന്നു എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഡിഫറൻസ് ബിറ്റ്വീൻ മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. മൊളാരിറ്റി ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ടോട്ടൽ സൊല്യൂഷൻ്റെ വോളിയമാണ് കൺസിഡർ ചെയ്യുന്നത്. മൊളാലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് സോൾവെൻറ്റിൻ്റെ മാസ് കൺസിഡർ ചെയ്തിട്ടാണ്. മൊളാരിറ്റി ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യും. മൊളാലിറ്റി ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, സോ ടെമ്പറേച്ചർ ചേഞ്ച് വരുന്ന സിറ്റുവേഷൻസിലെല്ലാം മൊളാലിറ്റിയാണ് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ സാധാരണയായി യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നതിനായുള്ള 7 മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഓരോ മെത്തേഡിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള ധാരാളം പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാറുണ്ട്. അവയെല്ലാം ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.